Hello dear students, let us discuss about Lebesgue measurable function. An extended real valued function f defined on E is said to be Lebesgue measurable or simply measurable provided its domain E is measurable and it satisfy one of the following statements. നമ്മൾ ലാസ്റ്റ് ഒരു തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ് അത് എങ്ങനെയാണ് മെഷറബിൾ ആവുക എന്നുള്ളത്. ഇപ്പോൾ ഒരു Lebesgue മെഷറബിൾ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഏതാവുന്ന ഈ മെഷറബിൾ ആവണം, അതിൻ്റെ ഡൊമൈൻ മെഷറബിൾ ആവണം, പിന്നെ 4 കണ്ടീഷൻസ് അല്ലേ. ആ 4 കണ്ടീഷൻ നോക്കിയേ. Set of all x belongs to f of x greater than c is measurable for each real number c. അതായത് ഇപ്പോൾ നിന്ന് ഇതാണ് എന്ന് പറയുന്നത് അല്ലേ. ഇത് റിയൽ വാല്യൂഡ് ആണ്, എക്സ്റ്റെൻഡ് റിയൽ വാല്യൂഡ് ആണ്. നമ്മുടെ എക്സ്റ്റെൻഡ് റിയൽ വാല്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയും കൂടി വരാം അല്ലേ. അപ്പോൾ ഇയിൽ നിന്ന് ആർ യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിലേക്ക് പോകുന്ന മാപ്പിംഗ്. ഇപ്പോൾ ഇതിൽ കുറേ ഇലമെൻറ്റ്സ്, ഇതാണ് എൻ്റെ എഫ് എന്ന് പറയുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് ഏത് സി എടുത്താലും കുറേ പോയിൻറ്റ്സ് ചിലപ്പോൾ എന്തായിരിക്കും, ഈ മെഷറബിൾ ആവണം. ആദ്യത്തെ കേസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആവുന്നത്. എഫ് ഓഫ് എക്സ് പറയുമ്പോൾ ഈ ഓരോ പോയിൻറ്റ്സിനെയും ഇവിടേക്ക് കുറേ മാപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇതിൽ സിയേക്കാളും വലിയ എഫ് ഓഫ് എക്സ് വരുന്ന വാല്യൂസിൻ്റെ സെറ്റ് മെഷറബിൾ ആവണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സി ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, അതായത് സി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന കേസിൽ റേഞ്ച് വരുന്നത് അല്ലേ, അത് മെഷറബിൾ ആവണം. ഇതിന് അപ്പോൾ ഈ സെറ്റ് കണ്ടോ, ഈ സെറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഇൻവേഴ്സ് ഓഫ് സി ഇൻഫിനിറ്റി. നമ്മളിത് ഇനിയിപ്പോഴും യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ സെറ്റ് ഏതാണ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സി തൊട്ട് ഇൻക്ലൂഡിങ് സി അല്ലേ, ഇൻഫിനിറ്റി, സി തൊട്ട് ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ സെറ്റ് കംപ്ലീറ്റ് നമുക്ക് എങ്ങനെ പറയാം, ഇത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് അല്ലേ. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഇൻഫിനിറ്റി ഷുഡ് ബി മെഷറബിൾ. അതേപോലെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി, അതായത് ഇതെന്ത് വരും, എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി സി, ദിസ് ഈസ് മെഷറബിൾ. അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ്, ഇത് മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് ആവാം നമുക്ക്, ക്ലോസ്ഡ് അറ്റ് സി, ദിസ് ഈസ് ഇതിൻ്റെ ഇൻവേഴ്സ് മെഷറബിൾ. ഇതിലേതെങ്കിലും ഒരെണ്ണം മെഷറബിൾ ആവാം അല്ലേ. ഇതെന്താ നമ്മൾ തൊട്ട് മുമ്പുള്ള തീരം പറഞ്ഞത്, ഇതിലേതെങ്കിലും ഒരെണ്ണം മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി എല്ലാം മെഷറബിൾ ആവും. കാരണം ഇതൊക്കെ ഇക്വിവാലൻസ് റിലേഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാം ഇക്വിവാലൻ്റ് ആണ്, എല്ലാ 1 2 3 4 ഇനി എഗെയിൻ ഒരു 5 കൂടി നമ്മൾ ആ തീരത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം സെയിം ആണെന്ന്. അതായത് ഇതിലേതെങ്കിലും ഒരെണ്ണം മെഷറബിൾ ആവണം. ഇപ്പോൾ ഈ മെഷറബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷനെയാണ് മെഷറബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ, Lebesgue മെഷറബിൾ ഫംഗ്ഷൻ. ദെൻ പ്രൊപ്പോസിഷൻ 2, let the function f be defined on a measurable set E. അപ്പോൾ ഈ മെഷറബിൾ ആണ് ഓൾറെഡി. Then f is measurable if and only if for each open set O the inverse image of O, that is f inverse of O is measurable. അതാണ് പ്രൂവ് ചെയ്യുന്നത്. തീറ്റ ഒന്നും അല്ല കേട്ടോ, O ആണ്. ഇങ്ങനെ ടെക്സ്റ്റിനകത്ത് നിങ്ങളൊരു സ്ക്രിപ്റ്റ് O എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ്. അപ്പോൾ O ഈസ് മെഷറബിൾ. ദെൻ അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്, എഫ് മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം സപ്പോസ് ചെയ്യാൻ പോവാണ്. O എന്ന് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. 2 പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. സപ്പോസ് ദാറ്റ് ഫോർ ഈച്ച് ഓപ്പൺ സെറ്റ് O, സദാ O എന്ന് എഴുതിയാലും മതിയിട്ട് നിങ്ങൾ, ഫോർ ഈച്ച് ഓപ്പൺ സെറ്റ് O എഫ് ഇൻവേഴ്സ് ഓഫ് O ഈസ് മെഷറബിൾ. അത് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതനുസരിച്ച് വരാൻ എളുപ്പമാണ് അല്ലേ. ഇതിനെന്തെന്നാ പറഞ്ഞത്, ഈ സെറ്റിന് എന്തെന്നാ പറഞ്ഞത്, ഇത് എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ അറ്റ് സി ഇൻഫിനിറ്റി അല്ലേ, ഇതാണെന്നാ പറഞ്ഞത് അല്ലേ. ഈ സെറ്റ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഓപ്പൺ ഇൻവേഴ്സ് ഓഫ് സി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഓപ്പൺ സെറ്റാണ്. ഇതിൻ്റെ ഇൻവേഴ്സ് മെഷറബിൾ എന്ന് പറഞ്ഞാൽ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെയാണ് അല്ലേ. അപ്പോൾ ഫോർ ഈച്ച് ഓപ്പൺ സെറ്റിന് എഫ് ഇൻവേഴ്സ് ഓഫ് O മെഷറബിൾ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഇൻഫിനിറ്റി ഓൾറെഡി മെഷറബിൾ ആവും. എന്തുകൊണ്ടാണ് ഈ സി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട്. അതായത് 4 കണ്ടീഷനിൽ ഒരെണ്ണം അല്ലേ ട്രൂ ആണ്, അതായത് അത് മെഷറബിൾ ആണ്, ഇയും മെഷറബിൾ ആണ്. ദെർഫോർ എഫ് ഈസ് മെഷറബിൾ. കോൺവേഴ്സ് പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്, ഈ കണ്ടീഷൻ എഫ് മെഷറബിൾ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് തിരിച്ചു പോയതല്ലേ,
ഫോർ എനി ഓപ്പൺ സെറ്റിന് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ മെഷറബിൾ ആണെങ്കിൽ എഫ് മെഷറബിൾ എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എഫ് മെഷറബിൾ ആണെങ്കിൽ ഏത് ആർബിട്രറി ഓപ്പൺ സെറ്റ് ഒ എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഓഫ് ഒ ഓപ്പൺ ആണ്, മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. Conversely, suppose that f is measurable. Let O be open. And we can express O as the union of, every open set can be expressed as the union of open intervals. ഇപ്പോൾ ഈ O എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിനെ യൂണിയൻ 1 to infinity ഓപ്പൺ എ കെ ബി കെ കെ ഈക്വൽ ടു 1 ആണെങ്കിൽ എ കെ ബി കെ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ എ കെ ബി കെ എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിന് എ കെ ബി കെ ഇൻ്റർസെക്ഷൻ എ കെ എന്നുള്ള ഫോമിൽ എഴുതാൻ പോവാണ്. അതായത് എ കെ ബി കെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് റഫ് വർക്കാണ്, മീൻസ് തിയറത്തിൻ്റെ പാട്ടായിട്ട് എഴുതേണ്ടതല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഈ ബ്ലൂ കളറിൽ. ഇൻ്റർവെൽ ഓഫ് എ കെ ബി കെ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് -ഇൻഫിനിറ്റി ടു ബി കെ ഇൻ്റർസെക്ഷൻ എ കെ ഇൻഫിനിറ്റി. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാനിവിടെ ഫിഗർ വരച്ചതനുസരിച്ച് നിങ്ങൾക്ക് വേറെ ഒരു സംശയം ചോദിക്കാൻ വേണമെങ്കിൽ, അതായത് എ കെ ലെസ് ദാൻ ബി കെ ആണെങ്കിലല്ലേ മിസ്സേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ലേ. വേറെ എന്തൊക്കെ സാധ്യതയുള്ളത്? എ കെ ഈക്വൽ ടു ബി കെ ആവാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റർസെക്ഷൻ എം ടി ആണ്. കാരണം രണ്ടിനകത്തും ഈ രണ്ട് സെറ്റിനകത്തും എ കെയും ബി കെയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു സാധ്യത എന്താ? എ കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി കെ അല്ലേ. അപ്പോൾ എ കെ ഗ്രേറ്റർ ദാൻ ബി കെ ആണെങ്കിലും -ഇൻഫിനിറ്റി ടു ബി കെ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇവിടെ വരും. ദെൻ എ കെ ഇവിടെ വരിക അല്ലേ. എ കെ ടു ഇൻഫിനിറ്റി അടുത്ത് അവിടെ അതെ എം ടി സെറ്റാണ് വരിക. അപ്പോൾ ആ കേസിൽ നമ്മൾ യൂണിയൻ ഓഫ് എം ടി സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിയനെ ബാധിക്കില്ല അല്ലേ. അതായത് ഈ ഒരു കേസ് മാത്രമാണ് ശരിക്കും നമുക്ക് അവിടെ ആവശ്യം വരിക. എ കെ ലെസ് ദാൻ ബി കെ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്, ബാക്കി രണ്ട് കേസ് വന്നാലും നമുക്ക് പ്രോബ്ലം അല്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ എല്ലാ ഇൻ്റർവെല്ലിനും എങ്ങനെ എഴുതാം? -ഇൻഫിനിറ്റി ടു ബി കെ അല്ലേ. ഇതേ -ഇൻഫിനിറ്റി ടു ബി കെ ഇൻ്റർസെക്ഷൻ എ കെ ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്ത് വരും? ഇൻ്റർവെൽ എ കെ ബി കെ എന്ന് വരും. ഓക്കെ. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബി കെ, നമ്മൾ ഈ -ഇൻഫിനിറ്റി ടു ബി കെനെയാണ് ക്യാപിറ്റൽ ബി കെ എന്ന് പറഞ്ഞിട്ടുള്ളത്. എഫ് ഇൻവേഴ്സ് ഓഫ് ബി കെ, എഫ് ഇൻവേഴ്സ് ഓഫ് -ഇൻഫിനിറ്റി ബി കെ എന്ന് പറയുമ്പോൾ എന്താ വരിക? എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ബി കെ അല്ലേ. അതായത് ഇൻഫിനിറ്റി തൊട്ട് ബി കെ വരെ വരുന്നതിൻ്റെ ഇൻവേഴ്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ബി കെനേക്കാളിലും ചെറുതാവുന്ന സെറ്റ് എന്നർത്ഥം അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെറ്റ് എന്താണ്? മെഷറബിൾ ആണ്. ഓക്കെ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ബി കെ മെഷറബിളായി. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ ടു ഇൻഫിനിറ്റി ആണ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എ കെയേക്കാളിലും വലുതാവുന്നത്. എഗൻ ഈ സെറ്റ് എന്താണ്? മെഷറബിൾ ആണ് അല്ലേ. കാരണം എന്താ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എ കെയും മെഷറബിൾ ആണ്. ഇപ്പോൾ ഓയിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് യൂണിയൻ ഓഫ് ഐ കെ ആണ്. ഐ കെ എന്ന് പറയുന്നതിന് യൂണിയൻ ഓഫ് ബി കെ ഇൻ്റർസെക്ഷൻ എ കെ എന്ന് എഴുതാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് ഒ മെഷറബിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എന്ന് സ്റ്റാർട്ട് ചെയ്തു. എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഐ കെ, which is equal to f inverse of union 1 to k equal to 1 to infinity bk intersection ak, and f inverse of union a union b എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെങ്ങനെ എഴുതാം അല്ലേ. യൂണിയൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇതെന്താ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആണ് അല്ലേ. സോ എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി കെ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ എന്ന് എഴുതാം. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? എഫ് ഇൻവേഴ്സ് ഓഫ് ബി കെ മെഷറബിൾ ആണ്, എഫ് ഇൻവേഴ്സ് ഓഫ് എ കെ മെഷറബിൾ ആണ്. സോ ഇൻ്റർസെക്ഷൻ ഓഫ് ടു മെഷറബിൾ സെറ്റ് മെഷറബിൾ ആണ്. മെഷറബിൾ സെറ്റ്സ് ഓൾജിബ്ര ആണ് അല്ലേ. ഇറ്റ്സ് ആൻ ഓൾജിബ്ര. അതുകൊണ്ട് കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് എന്താണ്? മെഷറബിൾ ആണ്. സോ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് മെഷറബിൾ, which means f inverse of o is measurable, and we assume that f is a measurable function and o is an arbitrary open set. അതായത് ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഓപ്പൺ ആണ്. ഓക്കെ, hence the proof. Then proposition 3. A real valued function that is continuous on its measurable domain is measurable. അപ്പോൾ ഈ എന്ന് പറയുന്ന ഡൊമൈൻ മെഷറബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനൊക്കെ മെഷറബിൾ ആവണം അല്ലേ. മെഷറബിൾ ആണ്, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. കണ്ടിന്യൂറ്റിയുടെ അനുസരിച്ച് നമുക്ക് എന്തറിയാം?
ഇപ്പോൾ നേരത്തെ നമ്മൾ വരച്ച പോലെ ഇയിൽ നിന്ന് ആറിലേക്ക് ഒരു മാപ്പിംഗ് എഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒ എന്ന് പറയുന്നത് എനി ഓപ്പൺ സെറ്റ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആ കാര്യം അറിഞ്ഞിട്ട് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ദ മെഷറബിൾ സെറ്റാണ്. ഒ ഓപ്പൺ സെറ്റാണ്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ സബ്സെറ്റ് ഓഫ് ഇ ആണ് അല്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, ഇയിൽ നിന്നല്ലേ മാപ്പിംഗ്. സോ എഫ് ഇയുടെ സബ്സെറ്റാണ്. ഓക്കെ, ഇയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇയുടെ ഇവിടെ ഏതോ ഒരു സബ്സെറ്റാണ് കേട്ടോ. ആ സബ്സെറ്റിനെയാണ് ഞാൻ ഇതിനകത്ത് യു എന്ന് വിളിച്ചിട്ടുള്ളത്. യു എന്ന് എഴുതുന്നതും ഈ ഇൻ്റർസെക്ഷൻ യു എന്ന് എഴുതാം അല്ലേ? ഈ ഇൻ്റർസെക്ഷൻ യു എന്ന് എഴുതാം. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ യു ആണ്, വെർ ദിസ് യു ഈസ് ഓപ്പൺ. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എന്ന് പറയുന്നത് ഏത് ഓപ്പൺ സെറ്റിന് മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എഫ് മെഷറബിൾ എന്നാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ മെഷറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താ വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഇൻ്റർസെക്ഷൻ യു ആണ്. ഇ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്, യു എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ്. ഓപ്പൺ സെറ്റുകളൊക്കെ എങ്ങനെയാണ്? കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് എഴുതാം. എവരി ഓപ്പൺ സെറ്റ് മെഷറബിൾ ആണ്. അതായത് ഈ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് ടു മെഷറബിൾ സെറ്റ്സ് ആണ്. അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ യു മെഷറബിൾ ആണ്. ഹെൻസ് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് മെഷറബിൾ. ദാറ്റ് ഈസ് ഫോർ എവരി ഓപ്പൺ സെറ്റ് ഒ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഈസ് മെഷറബിൾ. ഹെൻസ് ബൈ അബവ് തിയറം this F inverse of the open alla F inverse of O is measurable. Hence by above theorem this F is measurable. Okay, തൊട്ട് മുമ്പുള്ള തിയറം അങ്ങനെയാണ് പറഞ്ഞത്. ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും എഫ് ഇൻവേഴ്സ് ഓഫ് ഒ മെഷറബിൾ ആണെങ്കിൽ എഫ് മെഷറബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിയറം, fourth one, a monotone function that is defined on an interval is measurable. അല്ലേ? മോണോട്ടോൺ ഫംഗ്ഷൻ പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആവണം. ഞാനൊന്ന് വരയ്ക്കാമേ ആദ്യം. ഇൻക്രീസിങ് എന്ന് വിചാരിക്കുക. ഇത് എങ്ങനെ വേണമെങ്കിലും ഇൻക്രീസിങ് ആവാം. ചിലപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ എക്സ്, ഇതാണ് എൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു എ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണ്. അപ്പോൾ ഇവിടെ അല്ലേ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എനേക്കാളും വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലാണ് വരിക അല്ലേ? അതാണ് എഴുതാൻ പോകുന്നത്. ഇഫ് എഫ് ഈസ് ഇൻക്രീസിങ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഈസ് ആൻ ഇൻ്റർവെൽ ഫോർ ഓൾ എ. ഒന്നുകൂടി വരയ്ക്കാം. എക്സ് ആക്സിസ് വരച്ചു, എഫ് ഓഫ് എക്സ് വരച്ചു. ഇത് വൈ ആക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ആണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇത് എ എന്ന് പറയുന്ന പോയിൻ്റ് അല്ലെ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എനേക്കാട്ടിലും കൂടുതലാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇൻ്റർവെൽ, ഒരു ബിയോ സിയോ ഡിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ഒരു വാല്യൂ വരും അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് എനേക്കാളും വലുത് A+1 വരുമ്പോൾ അടുത്ത വാല്യൂ എന്താ? ബിയുടെ അടുത്താണ് വരിക. എ ഒരു 100 ആണെങ്കിൽ ഒരു 1000 വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വരിക? ഈ ബിയുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. ഈ റൈറ്റ് സൈഡിലേക്കാണ് വരിക അല്ലേ? അതായത് ഏത് എ എടുത്താലും ഫോർ എവറി സെറ്റ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഇസ് ആൻ ഇൻ്റർവെൽ അല്ലേ? ഇതൊരു ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ എന്ന് പറയുന്നത് മെഷറബിൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്താണ്? മെഷറബിൾ ആണ്. ഹെൻസ് എഫ് ഈസ് മെഷറബിൾ. അതുപോലെ തന്നെയാണ് ഡിക്രീസിങ്ങിൻ്റെ കേസ് കേട്ടോ. ഡിക്രീസിങ്ങിൻ്റെ കേസ് എഫ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. അപ്പോൾ ഏതൊരു എ എടുത്താലും എഫ് ഓഫ് എയുടെ വാല്യൂ എന്തായിരിക്കും? തിരിച്ചു അല്ലേ? ഇവിടേക്കായിരിക്കും. ഇപ്പോൾ ബി എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ബി, എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ബി ഇസ് ഓൾസോ ആൻ ഇൻ്റർവെൽ ഫോർ ഓൾ ബി. Hence this is measurable, which means f is measurable. Hence every monotone function defined on an interval is measurable. Then proposition 5. Let f be an extended real valued function on E. Extended real valued function ആണ് f plus or minus infinity കൂടി വരാവുന്ന values. If f is measurable on E and f equal to g almost everywhere on E, then g is measurable. അതായത് നോക്കി, എഫ് മെഷറബിൾ ആണ്, എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവർ, അതായത് എവിടെയെങ്കിലും എഫ് നോട്ട് ഈക്വൽ ടു ജി എന്ന് പറയുന്ന രീതിയിൽ
അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് നോട്ട് ഈക്വൽ ടു ജി എന്ന് പറയുന്ന ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷർ എന്താണ്? 0 ആണ്. അതല്ലേ ഈ ഓൾമോസ്റ്റ് എവരിവർ എന്ന് പറഞ്ഞാൽ? ഈ പ്രോപ്പർട്ടി എവിടെയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ സെറ്റിൻ്റെ മെഷർ 0 ആണെന്നല്ലേ. അപ്പോൾ എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവർ ആണ്. അങ്ങനെയാണെങ്കിൽ ജി മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം കേട്ടോ. ആദ്യം നമ്മൾ എഫ് മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്താണ്? എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫ് നോട്ട് ഈക്വൽ ടു ജി ആയിട്ടുള്ള ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിനെ ക്യാപിറ്റൽ എ എന്നെടുത്തു. നമ്മളുടെ ഓൾമോസ്റ്റ് എവരിവറിൻ്റെ ഇതനുസരിച്ച് എന്താ വരിക? ഈ മെഷർ ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. മെഷർ ഓഫ് എ സെറ്റ് 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെറ്റ് എന്താണ്? മെഷറബിൾ ആണ്. അല്ലേ? സോ ഇത് മെഷറബിൾ സെറ്റായി. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി മെഷറബിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് മെഷറബിൾ എന്ന് കിട്ടിയാൽ മതി അല്ലേ. ഇതിനെ നമുക്ക് അറിയാവുന്നതിൻ്റെ ടേംസിൽ എഴുതാൻ പോവാണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ജി ഓഫ് ഇ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഇയുടെ സബ്സെറ്റ് ആണ് അല്ലേ. ഓക്കെ, ഡൊമൈൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഏഴത്തെ ഇലമെൻസിന് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി. ബാക്കി ഇവിടെ എന്തുണ്ട്? ഈ ഡിഫറൻസ് എത്തെ ഇ മൈനസ് എത്തെ ഇലമെൻസിന് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി. ഇതിങ്ങനെ എഴുതാം അല്ലേ. എത്തെ ഇലമെൻറ്റിനും ഇ മൈനസ് എത്തെ ഇലമെൻറ്റിനും. ഇനി ഇ മൈനസ് എയുടെ പ്രത്യേകത എന്താ? ഈ ഡിഫറൻസ് എയിൽ ഈ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും സെയിം ആണ്. അപ്പോൾ അവിടെ എന്തെഴുതാം? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് അതുപോലെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിൽ ഈ ഡിഫറൻസ് എക്ക് പകരം എനിക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതാം. എക്സ് ബിലോങ്സ് ടു ഇ എന്നാണ് എഴുതുന്നതെങ്കിൽ എന്ത് വേണം? അവിടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആയ എല്ലാത്തിനും ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത് ഇൻ്റർസെക്ഷൻ ഈ ഡിഫറൻസ് എ കൂടിയാണെങ്കിൽ അത് ട്രൂ ആവും അല്ലേ. അതായത് ഈ സെറ്റിന് ഇങ്ങനെ എഴുതാം, എക്സ് ബിലോങ്സ് ടു ഈ ഡിഫറൻസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? ഇനി നോക്കിയേ, ഈ മെഷറബിൾ എ മെഷറബിൾ, ഈ ഡിഫറൻസ് എ മെഷറബിൾ ആണ്. എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഓൾറെഡി മെഷറബിൾ ആണ്. റീസൺ എന്താ? എഫ് മെഷറബിൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് മെഷറബിൾ ആയിട്ടാ. ദെൻ എക്സ് ബിലോങ്സ് ടു എ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി. ഇതെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ 0 ആണ് അല്ലേ. ഇതിൻ്റെ മെഷർ 0 ആണ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ സെറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇത് മെഷറബിളാണ്. അപ്പോൾ ടോട്ടൽ ഇക്വേഷൻ 1-ലെ RHSലെ 3 സെറ്റുകളും മെഷറബിളാണ്. ഇതിൻ്റെ ഇൻ്റർസെക്ഷനും യൂണിയനൊക്കെയാണ്. സോ അത് മെഷറബിൾ സെറ്റ് ഒരു ഓൾജിബ്ര ആയതുകൊണ്ട് ഇറ്റ് ഈസ് മെഷറബിൾ, വിച്ച് മീൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് മെഷറബിൾ. ഇത് മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? ജി ഈസ് മെഷറബിൾ, ജി ഈസ് മെഷറബിൾ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇ. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താ പറയുന്നത്? രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ഫോർ എ മെഷറബിൾ സബ്സെറ്റ് ഡി ഓഫ് ഇ, എഫ് ഈസ് മെഷറബിൾ ഓൺ ഇ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻസ് ഓഫ് എഫ് ടു ഡി ആൻഡ് ഇ ഡിഫറൻസ് ഡി ആർ മെഷറബിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർ എ മെഷറബിൾ സബ്സെറ്റ് ഡി ഓഫ് ഇ, ഇതാണ് ഇ എന്ന് പറയുന്നത്. ഇതിനൊരു ഡി എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഇ മൈനസ് ഡി എന്ന് പറയുന്ന സബ്സെറ്റും ഉണ്ട്. ശരിയല്ലേ? സോ ഇ എന്ന് പറയുന്നത് സെറ്റ്, അതിന് ഡി എന്ന് പറയുന്ന സബ്സെറ്റ് ഉണ്ട്. ഇവിടെ ഈ ഡിഫറൻസ് ഡി ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് ഉള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. എഫ് ഈസ് മെഷറബിൾ ഓൺ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിയിൽ നിന്ന് ഇതിലേക്കുള്ള മാപ്പിംഗ്. ശരിയല്ലേ? അത് മെഷറബിൾ ആവുക. അതായത് ഇതിനാണ് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഡി എന്ന് പറയാം അല്ലേ. ദെൻ എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ ഡിഫറൻസ് ഇ മൈനസ് ഡി എന്ന് പറയുന്നത് ഇത് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ ഡിഫറൻസ് ഡി. ഈ രണ്ടെണ്ണം മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എഫ് മെഷറബിൾ ആവും. അതേപോലെ ഇത് രണ്ടെണ്ണം മെഷറബിൾ ആണെങ്കിൽ എഫ് തിരിച്ചു. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് പാർട്ട് നോക്കാം നമുക്ക്. വി ഹാവ് ഫോർ എനി സി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഇസ് ഈക്വൽ ടു set of all x belongs to the f of x greater than c union set of all x belongs to
E difference D such that f of x greater than D. greater than C. ശരിയാണല്ലേ? ത്രൂ ഔട്ട് ഇയിലുള്ള ഏതൊക്കെ ഇലമെൻസിനാണോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സിയേക്കാളും വലുതാവുക അത് ഏതൊക്കെയായിരിക്കും? ഡിയിൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഡിഫറൻസ് ഡിയിൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആയ വാല്യൂസ് ഇത് ഈക്വൽ ആണ്. ഈ ഒരൊറ്റ ഇക്വേഷൻ മതി നമുക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. എന്തുകൊണ്ടാണ്? നമ്മൾ അസ്യൂം ചെയ്യാണ് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഡി ആൻഡ് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ മൈനസ് ഡി എന്ന് പറയുന്നത് മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ 2-ലെ LHSലെ ഈ രണ്ട് സെറ്റും മെഷറബിൾ ആവും. ഹെൻസ് യൂണിയൻ മെഷറബിൾ ആവും. സോ ദിസ് ഇസ് മെഷറബിൾ. അതേപോലെ തിരിച്ചും അല്ലേ? അത്ര മാത്രമേ ഇതിനകത്ത് പ്രൂവ് ചെയ്യാനുള്ളൂ. ഇഫ് ദ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ഡി ആൻഡ് ഈ ഡിഫറൻസ് ഡി ആർ മെഷറബിൾ ദെൻ LHS ഓഫ് ഇക്വേഷൻ 2 ഈസ് മെഷറബിൾ. Since the measurable sets are an algebra, their union is measurable, which means set of all x belongs to E such that f of x greater than C is measurable, which means f is measurable on E. Similarly, if f is measurable, then the restriction of f to D and E difference D are measurable. Okay, thank you.